പത്മശ്രീ IM വിജയനാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം ചേട്ടാ. എന്തായിരുന്നു ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? മത്സരം ഇപ്പോൾ മൂന്നാമത്തെ കൊല്ലമാണ് ഞങ്ങൾ കളിക്കുന്നത്. പക്ഷേ ആ ഒരു ഇൻട്രസ്റ്റ് നമ്മളെല്ലാവരും ഏജ് ആയിട്ടുള്ള തന്നെ, പക്ഷേ ആ വ്യൂറും വാശും ഇതുവരെ കുറഞ്ഞിട്ടില്ല. കളി കാണാൻ നല്ല രസമാണ്. പിന്നെ പ്രസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് കിട്ടിയിട്ട് എന്നെ ആദരിക്കുന്നു പറയുമ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 6-ാം തീയതി കളി വെച്ചായിരുന്നു. നല്ല ക്രൗഡും നല്ല പബ്ലിസിറ്റി ആയിരുന്നു. പക്ഷെ അന്ന് അന്നൊക്കെ ഞങ്ങളുടെ ബാബുരായ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂടെ കളിച്ചു പറഞ്ഞ കേരള സന്തോഷ് ട്രോഫി കളിച്ച പ്ലെയർ ആൾ മരിച്ചുപോയി. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയായിരുന്നു, ആ കളി ക്യാൻസലായതാണ്. അപ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ജനമൊക്കെ ഉണ്ടായേനെ. ഇത് പെട്ടെന്ന് അത് അത്രയും രാധാകൃഷ്ണൻ വെച്ചാൽ അത്രയും റിസ്ക് എടുത്ത് സെക്രട്ടറി അത്ര റിസ്ക് എടുത്തിട്ട് നടത്തിയാണ്. പക്ഷെ പിന്നെ ടൈമില്ല ആർക്കും, അതുകൊണ്ടാണ്. പക്ഷെ നല്ല രസമായിട്ട് നല്ലൊരു മാച്ചായിരുന്നു. എല്ലാവരോടേക്കും എൻജോയ് ചെയ്തു. അതിൽ നല്ലത് ഇവരൊക്കെ ഇവരെ പോലുള്ള പ്രസ് ക്ലബിൻ്റെ എല്ലാവർക്കും കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അവർക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ്. എപ്പോഴും ഈ വാർത്ത വായിക്കലും വീട്ടിലിരിക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വന്ന് കളിക്കുമ്പോൾ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ. അതായിരുന്നു ചോദിക്കാൻ വന്നത്. അതായത് മറ്റൊരു പ്രൊഫഷനിലുള്ളവരാണ് ഈ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ഇല്ല, ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് അല്ല അത്. കാരണം 24 മണിക്കൂറും അവിടെ ഇരുന്ന് ജോലി ചെയ്യണു. അതിനൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നു, ഫുട്ബോൾ കളിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്, ടൈം പാസ്സാണ്. പിന്നെ വലിയൊരു കാര്യം തന്നെയല്ല അത്. പ്രസ് ക്ലബ്ബ് അതൊരു വലിയൊരു കാര്യമായിട്ട് തന്നെ കാണിക്കുന്നത്. അത് എന്തായാലും ഭയങ്കര പ്രൗഡാണ്. പ്രസ് ക്ലബിനോട് എപ്പോഴും പറയില്ല, തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് അത് ഭയങ്കര നന്നായിട്ട് നടത്തുന്നുണ്ട്. മൂന്നാമത്തെ കൊല്ലമാണ്, നല്ല രസമായിട്ട് നടത്തുന്നുണ്ട് അത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലാത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം റൊണാൾഡീനുമായിട്ട് ഒരു ഫോട്ടോ പങ്കുവെച്ചിരുന്നു. അല്ല അത് വലിയൊരു ഭാഗ്യമല്ലേ. വേൾഡ് ലെജൻഡിൻ്റെ കൂടെ കളിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. കളിക്കാൻ പറ്റി, ഒരു 70 മിനിറ്റ് കളിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യം. ലെജൻഡാണ് അത് കാണാൻ പറ്റിയത്. വലിയ ഭയങ്കര ഒരു എന്താ പറയുക, അതൊന്നും ലൈഫിൽ ഇനി കിട്ടണം പോകണമല്ലോ. ഇപ്പോൾ മറഡോണ കണ്ടത് ഇനി കിട്ടാൻ പോകണമല്ലോ. ഇപ്പോൾ റൊണാൾഡീനോ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറാണ്. ആളെ കൂടെ കളിക്കാൻ പറ്റാന്ന്, എതിരെ കളിക്കാൻ പറ്റാന്ന് വലിയ ഭാഗ്യമാണ്. ഇത് ബ്രസീൽ ലെജൻസിൻ്റെ കൂടെ കളിക്കാൻ പറ്റും. ഇനി എന്തായാലും നമ്മളുടെ ഇത്രയും കാര്യങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് നമ്മളുടെ ഇന്ത്യയിലെ ഫുട്ബോളിനെ കുറിച്ചും ചോദിക്കാതെ